തിരുവനന്തപുരം സ്വദേശിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെതിരെ പോക്സോ പ്രകാരം പോലീസ് കേസെടുത്തു എന്ന വാർത്ത ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു. നെടുമങ്ങാട് സ്വദേശിയായ 21-കാരൻ ബിനോയിയെ പൂജപ്പുര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇൻഫ്ലുവൻസർ കൂടിയായ യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മുൻപ് സ്ഥിരമായി വീട്ടിൽ വരാറുണ്ടായിരുന്ന യുവാവ് 2 മാസമായി വീട്ടിൽ വരാറില്ലെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്റെ മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്ന് അച്ഛൻ പറയുന്നു. തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിയായ പെൺകുട്ടി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മരണപ്പെട്ടത്. തിരുവനന്തപുരത്ത് തന്നെയുള്ള സർക്കാർ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു ഈ പെൺകുട്ടി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. അടുത്തിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായുള്ള സൗഹൃദം പെൺകുട്ടി ഉപേക്ഷിച്ചിരുന്നു. ഇതിനു പിന്നാലെ പെൺകുട്ടിയുടെ പോസ്റ്ററുകൾക്കും റീലുകൾക്കും അധിക്ഷേപ കമന്റുകൾ നിറഞ്ഞിരുന്നു. സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തന്റെ മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നും നെടുമങ്ങാട്ടെ ഇൻഫ്ലുവൻസറെ സംശയിക്കുന്നതായും പെൺകുട്ടിയുടെ അച്ഛൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയാണ് മരണപ്പെട്ട തിരുവനന്തപുരം തിരുമല സ്വദേശിയായ 18 വയസ്സുള്ള ആദിത്യ എസ് നായർ പ്രശസ്തയായത്. അതേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരിചയപ്പെട്ട യുവാവുമായിട്ടാണ് ആദിത്യ സൗഹൃദത്തിലാകുന്നത്. ഈയിടെ ഇരുവരും തങ്ങളുടെ സൗഹൃദം വേർപിരിഞ്ഞു എന്ന വാർത്തയും പ്രചരിച്ചിരുന്നു. അതിന് തിരിച്ചടിയായി ആദിത്യയ്ക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടാവുകയും അതിനെ തുടർന്ന് തന്നെയാണ് തങ്ങളുടെ സുഹൃത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും തുടർന്ന് മരണപ്പെട്ടതും എന്നു തന്നെയാണ് ആദിത്യയുടെ സുഹൃത്തുക്കൾ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികരിക്കുന്നതും. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആദിത്യയെ ഗുരുതരാവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. വളരെ മോശമായ നിരവധി കമന്റുകൾ ആദിത്യയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിറയുകയായിരുന്നു. ആദിത്യയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് പല കമന്റുകളും വന്നിരുന്നത്. അതിനെല്ലാം ആദിത്യയുടെ സുഹൃത്തുക്കൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണിപ്പോൾ. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഐകേരള ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രണയം പരാജയപ്പെടുമ്പോൾ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ അതിനെതിരെ വളരെ ധൈര്യത്തോടുകൂടി മറുപടി പറയുകയായിരുന്നു ആദിത്യ. വിശ്വസിക്കാതിരിക്കുക. കാരണം ഓവറായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പോകരുത്. ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്രയും ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അതായത് നമുക്കൊരു മൈൻഡ് സെറ്റാക്കി വെക്കണം. ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ നമ്മളെ വിട്ടു പോകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ഓൺ ആയിട്ട് പോകാൻ പറ്റും. എല്ലാം അഡിക്റ്റ് ആയിട്ട് ആവാതിരിക്കുക, മാക്സിമം അഡിക്റ്റ് ആവാതിരിക്കുക. എനിക്ക് അത് തന്നെ പറയാനുള്ളത്, മാക്സിമം അഡിക്റ്റ് ആവാതിരിക്കുക. ഒരാൾ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ലൈഫ് ഇനിയും ബാക്കിയുണ്ടെന്നും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ താനാണെങ്കിൽ ധൈര്യമായി അത്തരം സാഹചര്യത്തെ മറികടക്കും എന്ന് പറഞ്ഞ ആദിത്യ ഒരിക്കലും സൗഹൃദത്തിലായിരുന്ന സുഹൃത്തുമായി പിരിഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തില്ലെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന മറ്റൊരു വാദവും. എന്തുതന്നെയായാലും പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവ് നിരപരാധിയാണെങ്കിൽ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും പോലീസിന്റെയും മറ്റു നിയമ നടപടികളുടെയും ഭാഗത്തു നിന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയുകയും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധിയായ ആ യുവാവിന്റെ ഭാവി സുരക്ഷിതമാകണം എന്നുകൂടി ഇവിടെ പറയുകയാണ് ഐകേരള ചാനൽ. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ നൽകുന്ന സന്ദേശവും. എന്തുതന്നെയായാലും സത്യം ഉടനെ പുറത്തുവരുമെന്ന് വിശ്വസിച്ച് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കാത്തിരിക്കുകയാണിപ്പോൾ.